ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നല്ല റീച്ച് കിട്ടാൻ വേണ്ടിയാണ് അല്ലെ. റീച്ച് കിട്ടിയിട്ട് ക്യാഷ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മുടെ വീഡിയോസ് റീച്ച് ആകത്തില്ല, വ്യൂസ് ഒട്ടും ഉണ്ടാകത്തില്ല അല്ലെ. ചിലപ്പോൾ അതിന്റെ തമ്പനയിൽ ഇംപ്രഷൻ കുറവായതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ വീഡിയോ കണ്ടന്റ് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, പിന്നെ ചിലപ്പോ സമയം പിന്നെ കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെ. അങ്ങനെ പല ഘടകങ്ങള് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൽ എന്താ പറയാ വ്യൂസിന് പ്രോബ്ലം വരുത്തുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ചിലർ പറയും നമ്മൾ എത്ര നല്ല വീഡിയോ ഇട്ടാലും നമുക്ക് വ്യൂസ് ഇല്ലാന്ന്. പക്ഷെ അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, അതുകൊണ്ടാണ് നമുക്ക് വ്യൂസ് വരാത്തത്. നമ്മുടെ ഒരു വീഡിയോ റീച്ച് ആകണമെങ്കിൽ എല്ലാ ഘടകങ്ങളും ഒത്തുവരണം. അതിൽ പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇടുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. തമ്പനയില്, ടൈറ്റില്, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് എല്ലാം നന്നായിരിക്കണം. എങ്കിൽ മാത്രമേ വീഡിയോക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടത്തുള്ളൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഒരുപാട് വലിച്ചു നീട്ടി ബോറടിപ്പിക്കുന്നൊന്നുമില്ല. നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യത്തെന്ന് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് ഏകദേശം 100-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവരെ കാണുക കേട്ടോ. തുടക്കക്കാർക്കായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കാം. പിന്നെ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അല്ലെ. അതിന് ചില വീഡിയോസിന് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ചില വീഡിയോ ചില കാരണങ്ങൾ കൊണ്ട് ഡൗൺ ആയി പോകാറുണ്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. അപ്പോ നമ്മളിപ്പോ ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസത്തിന് മുമ്പ്, ഓക്കെ, അല്ലെങ്കിൽ 1 ഇയറിന് മുമ്പ് ഇട്ട വീഡിയോസ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചാനൽ തുടങ്ങിയതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും വീഡിയോസ് കിടക്കുന്നത് അല്ലെ. അപ്പൊ എന്റെയൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം ആയി. അപ്പൊ നിങ്ങൾ ചിലപ്പോ ഓരോ വർഷമായിരിക്കാം, 2 വർഷമായിരിക്കാം, 5 മാസമായിരിക്കാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതിനിടയിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കാണും അല്ലെ. അതിൽ പല വീഡിയോസും നല്ല റീച്ച് ഉണ്ടാകും, റീച്ച് ഇല്ലാത്ത വീഡിയോസും ഉണ്ടാകും. ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കുറഞ്ഞിട്ട് നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടാതെയും പോകാം, അല്ലാതെ നമ്മുടെ കണ്ടന്റ് മോശമായിട്ടും പോകാം അല്ലെ. അപ്പൊ ഈ ഇംപ്രഷൻ ക്ലിക്ക് ത്രൂ റേറ്റ് കുറഞ്ഞത് മൂലം മാത്രം നമ്മുടെ വീഡിയോക്ക് റീച്ച് കിട്ടാത്താണെങ്കിൽ നമ്മൾക്ക് ആ വീഡിയോ തന്നെ വീണ്ടും ഒന്ന് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് അതിൽ ക്ലിപ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമ്മൾ റീ അപ്ലോഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ, നമുക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ മുഴുവനായിട്ടുള്ള ക്ലിപ്സ് എടുക്കാം, അല്ലാതെ എവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുള്ള ക്ലിപ്സ് വേണോ എങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പൊ ഞാനത് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മളിൽ പലർക്കും പല കാരണങ്ങൾ കൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം അല്ലെ. ഹോസ്പിറ്റൽ കേസ് ആകാം, അല്ലെങ്കിൽ വീട്ടിലെ ഫംഗ്ഷൻസ് ആകാം. അപ്പൊ എനിക്ക് ഈയിടെയായിട്ട് ഒരാഴ്ചയിൽ കൂടുതൽ ഹോസ്പിറ്റൽ കേസിന്റെ ആവശ്യകത ഉണ്ടായിരുന്നു. അതിനാൽ എനിക്ക് എന്താ പറയാ വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, നമുക്ക് ഇട്ട വീഡിയോനെ തന്നെ ഒന്നുകൂടെ ക്ലിപ്സ് എടുത്ത് ഇട്ടാലോ എന്നിട്ടോ. അപ്പൊ ഞാനൊന്ന് ചുമ്മാ ഇട്ട് നോക്കിയതാണ്. എനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. മുമ്പ് കുറച്ചൊക്കെ റീച്ച് ഉണ്ടായ വീഡിയോ ആയിരുന്നു, പക്ഷെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അതിനെ തന്നെ ഒന്നുകൂടെ ഇട്ടപ്പോൾ കുറച്ചുകൂടെ വ്യൂസ് കൂടുതലായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് എങ്ങനെയാണ് ക്ലിപ്സ് എടുത്ത് വീണ്ടും വീഡിയോ റീ അപ്ലോഡ് ചെയ്യുന്നതെന്നും. ക്ലിപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഡാഷ്ബോർഡ് ഡെസ്ക്ടോപ്പ് മോഡിൽ ആക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ക്ലിപ്സ് കിട്ടത്തുള്ളൂ, അല്ലാതെ കിട്ടത്തില്ല. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയി ഇതെല്ലാം നോക്കിയിട്ട് വരാം. ഓക്കെ, ആദ്യം YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. താഴെ കണ്ടന്റ് എന്ന് കാണുന്ന അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോസ്, ഷോർട്സ് ഒക്കെ കാണും. നമ്മുടെ വീഡിയോസിന്റെ നേരെ വ്യൂ ഓൾ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ വീഡിയോസും കാണാൻ സാധിക്കും. അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും കാണാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഇതിൽ ഏത് വീഡിയോ വേണമെങ്കിലും ക്ലിപ്സ് ആയിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഏകദേശം 1 ഇയറിനുള്ളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 10 മാസം മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ 3 മാസം മുമ്പും ചെയ്തത്. 10 മാസം മുമ്പ് ചെയ്യുമ്പോഴേ എനിക്ക് 8200 വ്യൂസ് ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 3 മാസം മുമ്പ് ചെയ്തപ്പോൾ 14,000 സംതിങ് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ബാക്കിലായതുകൊണ്ട് കുറച്ച് പതുക്കെ ആകത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രോൾ ചെയ്ത് തപ്പി നോക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ 1 വീക്ക് എന്ന് കാണുന്ന
ആ തമ്പനയിലാണ്. അപ്പോൾ അതാണ് 8200 വ്യൂസ് കാണിക്കുന്നത്. എല്ലാ ആരോയും മേലോട്ടാണ് കേട്ടോ. വ്യൂസ് ആണെങ്കിലും CTR ആണെങ്കിലും ആവറേജ് വ്യൂ ഡ്യൂറേഷൻ ആണെങ്കിലും എല്ലാം മേലോട്ട് തന്നെയാണ് കാണിക്കുന്നത് ഗ്രീൻ കളറിൽ. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് സെലക്ട് ചെയ്തത്. നമുക്ക് ഡൗൺ ആയതും സെലക്ട് ചെയ്യാം കേട്ടോ. ആവറേജ് വ്യൂ ഡ്യൂറേഷൻ കൂടുതലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ബ്ലാക്കിൽ ഡൗൺ ആണെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ചെറിയ രീതിയിൽ തമ്പനയിലെ രൂപത്തിൽ വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. അല്ലാതെ വലുതായിട്ട് വ്യത്യാസം വരുത്തണമെന്നൊന്നുമില്ല. ചിലവർ അങ്ങനെ ചോദിക്കാറുണ്ട്, നന്നായിട്ട് തമ്പനയിലൊക്കെ മാറ്റണമെന്ന്. അങ്ങനെ ഒരുപാടൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ച് ചെറിയ രീതിയിൽ മാറ്റി കൊടുത്താലും മതി. പിന്നെ ഡിസ്ക്രിപ്ഷനും ടൈറ്റിലൊക്കെ ചെറിയ ചെറിയ രീതിയിൽ മാറ്റം വരുത്തി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ 3 മാസം മുമ്പ് ഇട്ടത് അതേ വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, 14,700 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെയും എല്ലാം മേലോട്ട് തന്നെയാണ് കാണിക്കുന്നത് ഗ്രീൻ കളറിൽ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഡൗൺ ആയിട്ട് നമുക്ക് കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോ നമ്മുടെ കോൺഫിഡൻറ്റോടുകൂടി നമുക്ക് ചെയ്തിട്ട് അതിൽ വ്യൂസ് വന്നില്ലെങ്കിൽ അത് വീണ്ടും ക്ലിപ്സ് രൂപത്തിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ക്രോം ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിൽ ഡെസ്ക്ടോപ്പ് മോഡിൽ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലിപ്സ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യാൻ അറിയാത്തവർ ഒരുപാട് പേരുണ്ട്. ചിലവർക്കൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ സ്ക്രീനിലും ഐ ബട്ടണിലും കൊടുക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ക്ലിപ്സ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ക്ലിപ്സ് ഓപ്ഷൻ ലഭിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ തന്നെ വരണം കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഏറ്റവും താഴെ ക്ലിപ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് വീഡിയോ ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും താഴെയായിട്ട് ഷോ ലൈൻ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ക്ലിപ്സ് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 2 ബ്ലൂ ലൈൻ കാണും. അതിന് ഒരു ബ്ലൂ ലൈൻ അവിടെ തന്നെ നിർത്തിയിട്ട് മറ്റൊരു ബ്ലൂ ലൈനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടം വരെയുള്ള ക്ലിപ്സ് ആണോ വേണ്ടത് അത് വരെയുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടില്ലേ, നിങ്ങൾക്ക് വേണ്ടവിടം വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഒരു ലെയർ പോലെ കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ ഒരു ബ്ലൂ ലൈന്, അവിടെ ഏറ്റവും എൻഡിലൊരു ബ്ലൂ ലൈനും കാണാൻ സാധിക്കും, ആദ്യം അവസാനവും. എന്നിട്ട് മേലോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ ഡ്രാഫ്റ്റിൽ കിടക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അൺലിസ്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് തമ്പനയിലും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് റീ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ റീ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമോ എന്ന് ചോദിക്കും. കോപ്പിറൈറ്റ് ഒന്നും വരത്തില്ല കേട്ടോ. മോണിറ്റൈസേഷൻ ഓൺ ആയവരാണെങ്കിൽ ഓൺ ആക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഡ്രാഫ്റ്റിലേക്ക് ആക്കുന്നില്ല, ഡിസ്കാർഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ ഇതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ ആയിട്ട് ക്ലിപ്സ് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും റീച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു ചെറിയ വീഡിയോ ആണ്, ഇൻഫർമേഷൻ വലുതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.